നമസ്കാരം. കൂട്ടത്തിൽ കാഞ്ഞിരംകുളം മുത്തുവുമായി ചേർന്ന് വേറൊരു തിരക്കഥാകൃത്തൊക്കെ ആയിരുന്ന സത്യനാഥ് എന്ന് പറഞ്ഞ ആൾ സിനിമാക്കാരൻ നടത്തിയിരുന്ന റിസോർട്ടിൽ ആക്രമിക്കപ്പെട്ട അവിടെ ഇരുന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ് രണ്ടുപേരും കൂടെ. നല്ല ടീമല്ലേ, കൊട്ടാരക്കര വിക്രമനും കാഞ്ഞിരംകുളം മുത്തും കൂടി. ആക്രമിക്കപ്പെട്ട നടി അവരുടെ ആരുടെയെങ്കിലും സഹോദരി ആയിരുന്നെങ്കിൽ എൻ്റെ 2 കാലുകളും വെട്ടിയെടുക്കുമായിരുന്നു എന്നാണ് രണ്ടുപേരും പറയണത്. ഒരുത്തൻ പറഞ്ഞോ മറ്റവൻ പറയണം, മുത്തു പറയാണ് ഞാനും വെട്ടി തന്നെ. നല്ല ബാച്ചുകളാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഞാൻ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്, BTH. രാവിലെ അല്ല, ആ കഥ പിന്നെ പറയാം. BTH ഞാനൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അവിടുന്ന് രാവിലെ നടക്കാൻ പോയി. വേഗത്തിൽ ഓടി വന്നൊരു കാർ സഡൻ ബ്രേക്ക് ഇട്ട് എന്നെ ഇടിച്ചില്ല എന്ന മട്ടിൽ നിർത്തി. ഇതാര്? എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ, അതിലാരെങ്കിലും ആയിരിക്കുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാഞ്ഞിരംകുളം ബൈജുവിൻ്റെ മുൻ ഭാര്യ. ഇത്ര വേഗതയിൽ കൊച്ചിയിൽ കാർ ഓടിക്കാനൊക്കെ നീ പഠിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. ജീവിതമല്ലേ ചേട്ടാ, പലതും പഠിക്കേണ്ടി വരും എന്നായിരുന്നു അവരുടെ മറുപടി. അതിലെല്ലാം ഉണ്ട്. എൻ്റെ കഥ അറിഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു എല്ലാം അറിയാം, പക്ഷെ അവനിത്ര ക്രൂരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പോട്ടെ, നീ എന്നിട്ട് നന്നായി ജീവിക്കുന്നല്ലോ, അതുപോലെ എന്ന് ഞാൻ ചോദിച്ചു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു. അവളും അവളുടെ 2 മക്കളും സുഖമായി ജീവിക്കുന്നുവെന്ന്, ഒരിക്കലും വീട്ടാൻ പറ്റാത്തത്ര ചെക്ക് കേസുകളിൽ പ്രതിയായി ജീവിതം വിഷമഘട്ടത്തിലായ കാലത്ത് അവളുടെ കേസുകൾ നടത്തുന്ന വക്കീൽ അവളുടെ കഥ മനസ്സിലാക്കിയിട്ട് അവൾക്കൊരു ജീവിതം നൽകി. ഇപ്പോൾ വില കൂടിയ കാറുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവർ കൊച്ചിയിൽ ജീവിക്കുന്നു. എൻ്റെ ഭാര്യയെപ്പറ്റി പറയാൻ പാടില്ലാത്ത അപവാദ കഥകൾ ബൈജു പൊടുപ്പും തൊങ്ങലും വച്ച് ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടും ഞാനൊരു വാക്കുകൊണ്ട് പോലും അയാളുടെ അണിയറ കഥകൾ വിളമ്പിയിട്ടില്ല. 1% പോലും വിളമ്പിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൈജുവിൻ്റെ മുൻ ഭാര്യയെ കണ്ടാൽ എനിക്ക് തല താഴ്ത്തണ്ട. ഞാനിപ്പോൾ സിന്ധുവിനെ പറ്റി അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കഥകൾ അയാളുടെ എൻ്റെ കയ്യിലുണ്ടല്ലോ. അത് വെച്ച് അലക്കിയിരുന്നെങ്കിൽ ഈ മുൻ ഭാര്യയാണെങ്കിൽ അവരെ മുന്നിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നേനെ. ഈ അടുത്ത സമയത്തും എറണാകുളത്ത് BTH വെച്ച് ഞാൻ ബൈജുവിനെ കണ്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് BTHൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ദൂരെ ഒരിടത്ത് പുറംതിരിഞ്ഞിരുന്ന് എന്നെ കാണുന്നില്ല ആഹാരം കഴിക്കുകയാണ് ബൈജു കൊട്ടാരക്കര. ഞാൻ സീറ്റിലിരുന്ന് ആഹാരത്തിന് ഓർഡർ ചെയ്ത ശേഷം കൊട്ടാരക്കരെ എന്ന് വിളിച്ചു. ആഹാരം കഴിച്ച ശേഷം എൻ്റെ അടുത്ത് വന്ന് സൗഹൃദ വർത്തമാനം ഒരുപാട് നേരം നിന്ന് സംസാരിച്ചിട്ടാണ് പോയത്. ഞാൻ ആഹാരം കഴിച്ച് തീരാറാകുന്നത് വരെ നിന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു ചാനലിൽ എനിക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തള്ളുന്നു. തലേദിവസം സൗഹൃദത്തോടെ സംസാരിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം എനിക്കെതിരെ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറയും. ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാളോട് നമ്മൾ മറുവാദം പറയുന്നതിൽ അർത്ഥമില്ല. പകരം അയാളുമായി അകലം പാലിക്കുക. അതാണ് ചാനൽ ചർച്ചകളിൽ നിന്ന് ഞാൻ പിന്നോക്കം പോയതിലെ പ്രധാന കാര്യം. കാരണം ഇനി അവനോട് നമ്മൾ സംസാരിക്കരുത്. എൻ്റെ അമ്മ എപ്പോഴും എന്നെ പഠിപ്പിച്ച ഒരു ഇതുണ്ട്, ദുഷ്ടനെ കണ്ടാൽ ദൂരെ എന്ന്. ഇയാളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഇയാളെ കൊണ്ടു നടന്ന് കുരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കുന്നവർ പോലും ചെന്നില്ല കൊട്ടാരക്കരയിൽ. പക്ഷേ ഞാൻ പോയി. അത് ഇയാളെ പേടിച്ചിട്ടല്ല, അതൊരു മര്യാദയാണ്. നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ അച്ഛനല്ലേ മരിച്ചത്. ഞാൻ പോയി കൊട്ടാരക്കര വരെ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം 2 ദിവസം മുമ്പ് ഈ മാന്യനുണ്ടാക്കിയ പുതിയ ഒരു പ്രോഗ്രാം ഒരുപാട് പേർ എനിക്ക് അയച്ചു തന്നു. ചേട്ടാ ഇതിനൊന്ന് പ്രതികരിക്കണേ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇയാൾ പറയുന്നത് കോടതി വിധി ദിലീപിന് അനുകൂലമായതോടെ ദിലീപ്, ഷീജിത്ത് പണിക്കർ, ശാന്തിപിള്ള ദിനേശ് മുതലായ കുറച്ച് പേരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അത് ദിലീപിൻ്റെ വീട്ടിലാണോ, ഇപ്പോൾ അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തൊടുപുഴയിലെ ലൊക്കേഷനിലാണോ, അതോ അയാൾക്ക് കലൂരോ എവിടെയോ സ്വന്തം ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെയാണോ, അല്ലെങ്കിൽ വില കൂടിയ ഏതെങ്കിലും ഹോട്ടലിലാണോ എന്ന് ഈ മാന്യൻ പറയുന്നില്ല. ആ മീറ്റിങ്ങിൽ വെച്ച്
എനിക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ നല്ല തുകകൾ കൈമാറിയത് ഇദ്ദേഹം അറിഞ്ഞു. ആര്? ബൈജു അറിഞ്ഞു. അതുമാത്രമല്ല, നാദിർ ഷായെ വിളിച്ച് ആ ശാന്തിവിള ദിനേശന് ഒരു വേഷം കൊടുക്കാനും നിർദ്ദേശിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിൽ അയാൾ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ബൈജു, നിനക്ക് ജന്മം തന്ന ആളല്ല ദിനേശിന് ജന്മം നൽകിയത്. ബാങ്കർ അപ്പുള്ള എന്ന് അഭിമാനത്തോടെ ആളുകൾ വിളിച്ചിരുന്ന ജയിലർ പരമേശ്വരൻ പിള്ളയുടെ മകനാണ്ടാ ഞാൻ. നീ കൊണ്ടുകടന്ന് നീ പിരിച്ചെടുത്ത ബാലചന്ദ്രകുമാർ എന്ന മറ്റൊരു മഹാൻ എൻ്റെ വീട്ടിൽ വന്ന് പടവും സീരിയലും ഒന്നുമില്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ദിനേശ്ജിയുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ എനിക്കും ബൈജു കൊട്ടാരക്കരയ്ക്കും അറിയാമെന്നല്ല. എന്നെ കാണാൻ വരുന്ന സമയത്ത് ഈ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് അന്ന് ദിലീപിൻ്റെ എച്ചിൽ നിന്ന് നടക്കുന്ന കാലമാണ്. അപ്പോൾ ദിലീപിന്, അഡ്വക്കേറ്റ് സൂരജിന്, ദിലീപിൻ്റെ അനുജൻ അനൂപിന്, കാവ്യ മാധവന്, എനിക്ക് എല്ലാം അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ താങ്കൾക്ക് ഇട്ടുതരാം. ഞങ്ങളുടെ എന്തിന്? അത് താങ്കൾക്ക് വർക്കൊന്നുമില്ലല്ലോ, ജീവിക്കണ്ടേ? അഥവാ ഇനിയിപ്പോൾ താങ്കൾക്ക് അത് ഒരു മോശമായി തോന്നുന്നു വെച്ചോളൂ, താങ്കൾക്ക് സീരിയലോ സിനിമയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ കുറേശ്ശെ തിരിച്ച് കൊടുത്താൽ മതി, പലിശ ഒന്നും വേണ്ട. തൽക്കാലത്തേക്ക് ഒരു 10 ലക്ഷം രൂപ അനുവദിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് സീരിയലോ സിനിമയോ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തരൂ. അങ്ങനെ പറഞ്ഞിട്ട് വീഴാത്ത എന്നെയാണ് എൻ്റെ പൊന്ന് ബൈജു. ഇക്കാര്യം കാഞ്ഞിരംകുളം മുത്തു തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ ശാന്തിവിള 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല ബൈജുവിന്. അപ്പോൾ കാശൊന്നും കണ്ടാൽ മഞ്ഞളിച്ച് പോകുന്ന ആളല്ല ബൈജു ഞാൻ. മാക്ട ഫെഡറേഷൻ എന്ന ഓലപ്പാമ്പ് കാട്ടി എത്ര ലക്ഷം പല ഇനത്തിൽ ബൈജു അടക്കമുള്ളവർ പിരിച്ചുവെന്ന് ബൈജു എന്നെ ആലോചിക്കട്ടെ. അതിൽ എത്ര ലക്ഷം മാക്ട ഫെഡറേഷൻ പൂട്ടിപ്പോയതുകൊണ്ട് പൂട്ടടിച്ചുവെന്നും ഞാൻ പറയുന്നില്ല. സ്വർണ്ണപ്പാളി മോഷിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പനപ്പൂപ്പന്മാർ മറ്റുള്ളവരെയും ആ കണ്ണിൽ കാണുക സ്വാഭാവികമാണ്. എനിക്ക് ലോകത്തെ ഏത് രാജ്യത്തും പോകാൻ പറ്റൂ. ഞാനൊരു രാജ്യത്തും ക്രിമിനൽ കേസിൽ പെട്ടിട്ടില്ല. ഒരിടത്തു നിന്നും ക്യാമറകളടക്കം മോഷ്ടിച്ച കേസും എൻ്റെ പേരിലില്ല. ഞാനൊരു സ്റ്റേജ് ഷോയ്ക്കും പിള്ളേരെ കൊണ്ടുപോയി വിറ്റിട്ടില്ല. പൈസ അടിക്കാൻ ഞാനൊരു സ്ക്രീൻ ടെസ്റ്റും നടത്തിയിട്ടില്ല. പുതിയ പടം ചെയ്യാൻ പോവുകയാണ്, വേഷങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂരിലുള്ള, സൗദിയിലുള്ള, കുവൈറ്റിലുള്ള എന്നൊക്കെ പറയുന്ന തന്തമാർ ജോലി ചെയ്യുന്നവരെ വിളിച്ചു വരുത്തി. അവരിൽ നിന്ന് ഞാൻ ഒരു പൈസ അടിച്ചിട്ടില്ല ബൈജു. ഞാനൊരു റിസോർട്ടും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഒന്നിൻ്റെയും മുതലാളിയായിരുന്നില്ല. അതിനായിട്ട് റിസോർട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ ഒരു അണ്ണാച്ചിയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു അണ്ണാച്ചിയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരു അണ്ണാച്ചിയും എൻ്റെ മകനെ വിളിച്ച് നിൻ്റെ അപ്പനെ ഞങ്ങൾ തട്ടും എന്ന് പറയുകയും അത് കേട്ട മകൻ അതിനെന്താ തട്ടിക്കോ എന്ന് എൻ്റെ മകൻ ഒരിടത്തും പറയേണ്ട ഗതികേട് ഞാൻ വരുത്തിയിട്ടില്ല. ഈ പ്രായം വരെ എന്നെ ഒരാൾ തല്ലുകയോ ഞാൻ തിരിച്ചു തല്ലുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഉടുപ്പ് അഴിച്ചിട്ട് നിന്നാൽ ഈഞ്ച പരുവത്തിൽ തല്ലി നെയ്യെടുത്ത ഒരു തഴമ്പും ശാന്തിവിള ദിനേശൻ്റെ ദേഹത്തില്ല. ഞാൻ ഫിഫ്ക, മാക്ട, ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എല്ലാത്തിൽ നിന്നും രാജിവെച്ച് പോയതല്ലാതെ എന്നെ പുറത്താക്കിയിട്ടില്ല. അതിനാൽ തന്നെ മന്നിച്ചെടുക്കോ ഉണ്ണിയച്ച എന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഒരു ഉണ്ണിയച്ചന് ഒരു ക്ഷമാപണ കത്ത് അയച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? മന്നിച്ചെടുക്കോ ഉണ്ണിയച്ച എന്ന് പറഞ്ഞിട്ട് എല്ലാം മന്നിച്ച് എനിക്കൊരു അഡ്മിഷൻ തരൂ എന്ന് ഞാനൊരിടത്ത് അയച്ചിട്ടില്ല. എന്നെ കാപ്പാത്തുങ്കോ ലേലുല്ലു എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലേലുല്ലു എന്ന് 100 വട്ടം എഴുതി കൊടുത്തിട്ടുമില്ല. നാദിർ ഷാ എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടും എന്നെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ദിലീപ് എന്തിന് ഈ ഒരു ഗസ്റ്റ് വേഷം, ഒരു കുഞ്ഞു വേഷം ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ? അത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ശുപാർശ ചെയ്യാൻ പറ്റുമോ? ദിലീപ് അഭിനയിക്കുന്ന സിനിമകൾക്ക് എന്നെ അങ്ങ് വിളിച്ചാൽ പോരെ. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ മകൻ ഡയറക്ടർ ചെയ്യുന്ന തൊടുപുഴി നടക്കുന്ന പടത്തിലേക്ക് വിളിച്ചിട്ട് ദിനേശ് ഭായ് അല്ലെങ്കിൽ ദിനേശ് ചേട്ടാ വരൂ, നമുക്ക് ഇതിലൊരു വേഷം ചെയ്യാം, നമുക്ക് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം അത് ചെയ്യാതെ ദിലീപിനെ നാദിർ ഷായെ വിളിച്ചിട്ട് നമുക്ക് വേണ്ടി നിന്ന ആളാണ്, ആ ദിനേശിക്ക് ഒരു വേഷം കൊടു,
എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എൻ്റെ ബൈജു. അതിനിടയിലെ വലിയ വേഷം ആര് പറഞ്ഞു തന്നതാകുമെന്നും കൂടി അടുത്ത എപ്പിസോഡിൽ ബൈജു കൊട്ടാരക്കര എന്ന പഴയ സ്നേഹിതൻ പറയണം. ഞാനിപ്പോൾ അതിൽ ഒരു കോളേജ് അധ്യാപകനായിട്ട് നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു വലിയ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അതാരാണ് എനിക്ക് തന്നതെന്ന് നിങ്ങൾ പറയണം. അതുപോലെ തന്നെ സമീർ താഹിർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ നിർമ്മിക്കുന്ന ധൂമകേതു എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നടക്കുന്നുണ്ട്. സമീർ താഹിറാണ് എന്നോട് നേരിട്ട് ചോദിച്ചത്, ദിനേശ് വന്നൊരു ഒരു സീനേ ഉള്ളൂ, ഒന്ന് ചെയ്യാമോ എന്ന്. ഞാൻ പറഞ്ഞ സമയം ഈ അതിരടിയുമായിട്ട് ക്ലാഷ് അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ക്ലാഷ് ആയിരുന്നു. പക്ഷേ ധൂമകേതു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. ബെഡായി അടിച്ചോ ബൈജു? പക്ഷേ എന്നെ പറ്റിയൊക്കെ ബെഡായി അടിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ വെച്ചടിക്കണം. ഇല്ലെങ്കിൽ നാറുന്നത് ബൈജു ആയിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ബൈജു. നിന്നെ എനിക്കിപ്പോഴും ഒരു പരിധിവരെ നിന്നെ എനിക്കിഷ്ടമാണ്, പഴയ ബൈജുവിനെ. നീ തരികിടയൊക്കെ ആയ ശേഷമാണ് നിന്നോടുള്ള നമ്മൾ ഗ്യാപ്പ് ഇട്ടത്. നീ മാറ്റയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നിനക്കെതിരെ സംസാരിച്ചെങ്കിലും അന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. നീ ലോകം കണ്ടുപിടിച്ച എല്ലാ ഉടായ്പകളും ഞാൻ അത് ബൈജു അണ്ടർലൈനിട്ട് കേട്ടോ. ഞാൻ വീട് വയ്ക്കാൻ ലോൺ എടുത്തവനാണ്. നിങ്ങൾ SBIയിൽ പോയി കവടിയാർ ബ്രാഞ്ചിൽ പോയി അന്വേഷിച്ച് നോക്കിയാൽ ഞാൻ 1 രൂപ ബാക്കി കൊടുക്കാനുണ്ടോയെന്ന്. ഞാൻ KSF പോലുള്ള കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 1 രൂപ എടുത്തിട്ടില്ല, അവരെ വലിപ്പിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് ബൈജു എനിക്ക് പറയാൻ. എന്തിനാണ് വെറുതെ സ്വയം നാറുന്നത്? നീ പറഞ്ഞെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞും വിശ്വസിക്കില്ല ദിനേശ് ഒരു വലിപ്പിച്ച് നടക്കുന്നവനാണെന്നോ പറ്റിച്ച് നടക്കുന്നവനാണെന്നോ ആരുടെയെങ്കിലും തോളി കൈയിട്ട് എത്തിത്തിന്നുകൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും വിശ്വസിക്കില്ല ബൈജു. കാരണം ദിനേശിൻ്റെ ജീവിതം റേഷൻ കടയിലെ അരിയും ഉപ്പും പുളിയുമാണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്ന ദിനേശിന് ആരെയും ഔദാര്യം വാങ്ങാതെ ജീവിക്കാൻ അറിയാം. ആ എന്നെപ്പറ്റി ദിലീപ് ശുപാർശ ചെയ്തിട്ട് നാദിർഷ കള്ളങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വരുന്നു. ദിലീപിന് വേണ്ടി ഘോരഘോരം സംസാരിച്ച ശാന്തി വിളിക്ക് നാദിർഷയെ വിളിച്ച് ദിലീപ് വേഷം വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഏത് പൊട്ടം കേൾക്കാൻ. അതുപോലെ തന്നെ അവിടെ ചെന്നിടം തന്നെ ശ്രീജിത്ത് പണിക്കർക്കും ഞാൻ കണ്ടിട്ട് പോലുമില്ല ആ മനുഷ്യനെ. ശ്രീജിത്ത് പണിക്കർക്കും ദിനേശിനും ഒക്കെ ഓരോ കെട്ട് നോട്ടാണെന്ന് ദിലീപ് എടുത്ത് കൊടുത്തത്. കാരണം റിസർവ് ബാങ്ക് ദിലീപിൻ്റെ അപ്പൂപ്പൻ്റെ വകയല്ലേ അടിച്ചു തരാൻ ചെല്ലണവർക്കല്ല. ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യാദൃച്ഛവശാൽ ആലുവ വഴി കടന്നു പോകുമ്പോൾ വെറുതെ റോഷൻ ചിറ്റൂരിനെ വിളിച്ച് എന്തൊക്കെയുണ്ട് സുഖം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കഷ്ടകാലത്തിന് ഞാനൊരു മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ദിലീപിൻ്റെ നാട്ടിലൂടെ ഞാനും പട്ടർ റഷീദും കൂടെ യാത്ര ചെയ്യുകയാണ് കാറിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു റോഷൻ ദിലീപിൻ്റെ അടുത്ത് ഇരിക്കുകയാണെന്ന്. ആ ചേട്ടാ ഒന്നിവിടെ കയറിയിട്ട് പോകും. ഞാൻ പറഞ്ഞില്ല സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് കൈമാറുകയും ദിലീപ് ദിനേശ് ഭായ് എൻ്റെ വീട്ടുമുറ്റത്തൂടെ പോയിട്ട് പോലും നിങ്ങൾ കയറില്ല അല്ലേ എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ റഷീദും കൂടെ കയറി ചെന്നത്. അല്ലാതെ ഞാൻ ദിലീപിൻ്റെ വീട്ടിൽ പൊറുതിയായിരുന്നില്ല. എൻ്റെ ചിലവുകളൊന്നും അയാൾ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 10 ലക്ഷം രൂപ കടമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോലും വാങ്ങാത്തവനാണ് ബൈജു. എന്നെപ്പറ്റി നീ പറഞ്ഞാൽ പറയാൻ പറ്റിയ പാർട്ടി എന്നേ ആളുകൾ പറയുള്ളൂ. കാരണം നിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം, അതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്താം. ഇനി ബൈജു ഇതിന് 10 എപ്പിസോഡെങ്കിലും തള്ളക്കി വിളിച്ചുകൊണ്ട് എപ്പിസോഡ് ചെയ്യും. അതൊന്നും എനിക്ക് ദയവ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ അയച്ചു തരരുത്. ഞാൻ അതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.